ഈ ജൂറി അധ്യക്ഷനായിട്ട് പ്രകാശ് രാജ് ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സ്വതന്ത്ര സിനിമകൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ടല്ലോ. സിനിമയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, സിനിമാക്കാരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് അത് സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള വാക്കുകൾ തന്നെയാണ് വളരെ കൃത്യമായി പ്രകാശ് രാജ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഒരു ഭാഗത്ത് പ്രകാശ് രാജിനെ പോലെയുള്ള ഒരാൾ ദേശീയ സിനിമാ നിർണയ സമിതി അല്ലെങ്കിൽ അവാർഡ് നിർണയ സമിതിയെ വിമർശിക്കുന്നു. മമ്മൂട്ടിയെ ദേശീയ സിനിമ അർഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം കൊണ്ടാകാം മമ്മൂട്ടിയെ മാറ്റി നിർത്തുന്നത് എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഫൈൽസിനും പൈൽസിനും എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ സിനിമയെ ഉപമിക്കുക കൂടിയാണ്. ആ സിനിമയുടെ പ്രമേയം എന്ത് എന്ന് നമുക്കറിയാം. അതൊരു പ്രത്യേക പ്രമേയമായതുകൊണ്ടാണ് അതിന് പുരസ്കാരം ലഭിക്കുന്നത് എന്ന് പ്രകാശ് രാജ് പറഞ്ഞു വെക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രകാശ് രാജ് പറയുന്ന ഒരു നീതിയും നീതിയുക്തമായ ഒരു കണ്ടെത്തലും നിരീക്ഷണവുമൊക്കെ മലയാള സിനിമയിലെ 2024 പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോഴും ഉണ്ടാകണമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചു എന്നും വിലയിരുത്താൻ പറ്റുന്നുണ്ടോ? ആ നിലയിലാണോ നിരീക്ഷകർ ഈ പൊതുവെ ഈ അവാർഡിനെ വിലയിരുത്തുന്നത്? അങ്ങനെ അല്ല. ഈ ജൂറിക്ക് ചില പിഴവുകൾ പറ്റി എന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിമർശനമെല്ലാം ഉണ്ടാകുന്നത്. നമുക്കറിയാം, പ്രകാശ് രാജ് സിനിമാക്കാരനാണ്, മികച്ച നടനായി ഒക്കെ പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അദ്ദേഹം അടിമുടി അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. രാഷ്ട്രീയ പ്രഭാഷണങ്ങൾക്ക് തന്നെയായി അദ്ദേഹം പല വേദികളിലും കേരളത്തിലെത്തുന്ന ഒരാൾ തന്നെയാണ്. അതിൽ നമുക്ക് തെറ്റു പറയാനും കഴിയില്ല. അദ്ദേഹം ഇന്നലെ പറഞ്ഞതിലും രാഷ്ട്രീയമുണ്ട്, ദേശീയ പുരസ്കാരത്തെ വിമർശിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ട് എന്നതും നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതിലൊന്നും അത്ഭുതകരമായ ഒന്നുമില്ല. പ്രകാശ് രാജ് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ, ഒരു ജൂറി ചെയർമാൻ എന്നുള്ള തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ വിമർശിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഇടത് പക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് വിമർശിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. മഞ്ഞുമ്മൽ ബോയ്സ് പോലെ ഒരു സിനിമയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സമയത്ത് നേരത്തെ ഭവ്യ ചൂണ്ടിക്കാണിച്ച വേടന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത് ചില താരതമ്യങ്ങളിലേക്കാണ് പോകുന്നത്. നേരത്തെ ഹോം എന്ന സിനിമയ്ക്ക് വിജയബാബുവുമായി ബന്ധപ്പെട്ട ക്രൈം കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അത് പരിഗണിക്കപ്പെടാതെ പോയത് എന്നാണ് അന്ന് പുറത്തു വന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇപ്പുറത്ത് സമാനമായ രീതിയിൽ മഞ്ഞുമ്മൽ ബോയ്സ് നേരത്തെ ഭവ്യ ചൂണ്ടിക്കാണിച്ച കേസുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വേടനെതിരായ കേസുകൾ നിൽക്കുന്നുണ്ട്. ഇവരാരും കുറ്റക്കാരാണ് എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഈ മുൻ പശ്ചാത്തലം ആളുകൾ താരതമ്യം ചെയ്യുന്നതിന് അതിനെ കുറ്റം പറയാൻ കഴിയില്ല. അഭിനേതാക്കളെ ഇല്ല വരുന്നത്. ശ്രീജിത്ത്, ഈ ദിലീപിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് വ്യാസൻ, അതായത് ഇതൊരു തരം ഇരട്ടത്താപ്പല്ലേ എന്ന ചോദ്യം ഉന്നയിക്കുന്നു. അതായത് വേടൻ എന്നത് ഒന്ന്, നമ്മൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നു. അത്തരം പ്രവൃത്തികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് സർക്കാരും അല്ലെങ്കിൽ നമ്മുടെ സംവിധാനവും പൊതുസമൂഹവും ആവശ്യപ്പെടുന്നു. അതിനിടയിൽ ഇപ്പോൾ വേടൻ എന്ന കലാകാരൻ്റെ കലാമൂല്യത്തെ ഒന്നും നമ്മൾ ഇകഴ്ത്തി കാണിക്കുകയല്ല. പക്ഷെ വേടനെതിരെ നിലവിൽ പരാതികൾ നിലനിൽക്കുന്നു. അത് ലൈംഗിക അതിക്രമ പരാതികൾ ഉൾപ്പെടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതേ വേടന് പുരസ്കാരം നൽകുമ്പോൾ കേരളത്തിലെ സാമൂഹ്യ നിരീക്ഷകർക്ക്, കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക്, ഇടത് ബുദ്ധിജീവികൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഇത് ദിലീപിനായിരുന്നുവെങ്കിൽ എന്ന മറുചോദ്യമാണ് KP വ്യാസന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരുതരം ഇരട്ടത്താപ്പായി മാറുന്നു എന്ന വിമർശനം ഒരു കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അഭിലാഷ, തീർച്ചയായും ഇരട്ടത്താപ്പായി ആളുകൾ കാണാനുള്ള സാധ്യതയുണ്ട്. അത് ഈ മുൻ പശ്ചാത്തലം കൂടി അവർ താരതമ്യം ചെയ്യുന്നത് കൊണ്ട് കൂടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രവുമല്ല, ഈ വേടനുമായി ബന്ധപ്പെട്ടും ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്ത് നിന്നുള്ളവർ തന്നെ വലിയ പിന്തുണ നൽകിയെങ്കിൽ ഈ കേസുകൾ വന്നതോടെ പലരും പിൻവലിയുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ വേടന്റെ ആ കലാസൃഷ്ടിയെക്കുറിച്ച് രണ്ടഭിപ്രായമില്ല എന്ന് പറയുന്നവർ തന്നെയാണ് പലരുമുള്ളത്. പക്ഷെ അതിനേക്കാൾ മികച്ചതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. എന്തായാലും ആളുകൾക്ക് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രകാശ് രാജ് അതിലെ പൊതുവെ സാധാരണക്കാരായ ഒരുപാട് പേര് അതിനെക്കുറിച്ച് എഴുതി കണ്ടു. അതായത് നല്ല കഥാപാത്രങ്ങൾ, നല്ല കുട്ടികൾ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ, നല്ല സിനിമ എന്ന നിലയിൽ പറയുമ്പോൾ കുട്ടികളുടെ കാറ്റഗറിയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ ഈ ജൂറി ഈ സിനിമ കണ്ടില്ലേ എന്ന സംശയം കൂടിയാണ് ഫലത്തിൽ ഉയർന്നു വരുന്നത് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം പോലും അവിടെയാണ് ഉയർത്തി കാണിക്കുന്നു. അത് മാത്രവുമല്ല, മികച്ച ബാലതാരം അല്ലെങ്കിൽ അത്തരം താരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ സിനിമ എത്രയോ സിനിമകളിലുണ്ട്. മത്സരത്തിന് വന്ന ചിത്രങ്ങളിലെ മികച്ച പ്രകടനത്തെ കണ്ടാൽ പോരെ എന്ന മറുചോദ്യവും ഉയരുന്നുണ്ട് ശ്രീജിത്ത്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയെ പോലൊരാൾ അല്ലെങ്കിൽ മമ്മൂട്ടി അഭിനയിച്ച സിനിമ മത്സരത്തിനയച്ചോ എന്നുള്ളതാണ്. ഒരു പക്ഷേ
ഈ മത്സരത്തിലേക്ക് വരാത്ത നിരവധിയായ സിനിമകളിൽ പലരും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടാകാം. പക്ഷേ ഒരു ജൂറിക്ക് മുന്നിലേക്ക് എത്തുന്ന സിനിമകൾ, മത്സരത്തിന് അയക്കുന്ന സിനിമകൾ, അതിലെ മികച്ച പ്രകടനത്തിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ലേ? അതിനാണല്ലോ ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടനെ പോലെയുള്ള സിനിമകൾ പ്രധാനമായി ഉയർത്തി കാണിക്കുന്നത്. തീർച്ചയായും അത്തരം വിഷയങ്ങളുണ്ട്. അതിനൊപ്പം ഈ മികച്ച തിരക്കഥയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ അഭിലാഷ്, ഈ മഞ്ഞുമൽ ബോയ്സിന്റെ തിരക്കഥയും അല്ലെങ്കിൽ കിഷ്കിന്ദ കാണ്ഡം പോലുള്ള സിനിമകളുടെ തിരക്കഥകൾ ഫലത്തിൽ വലിയ രീതിയിൽ ഏതാണ്ട് എല്ലാവരും തന്നെ വളരെ നല്ല അഭിപ്രായം ചൂണ്ടിക്കുക. അതായത് ഒരു മാസ് ഓഡിയൻസിന്റെ എന്നുള്ളതല്ല, വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്ത തിരക്കഥ എന്ന നിലയിൽ ഒരുപക്ഷെ ആസിഫ് അലിയുടെ ഇന്നലത്തെ പ്രകടനത്തിൽ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്, പുരസ്കാരം പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തതാണ്. പക്ഷേ മമ്മൂട്ടി ക്യാപ്റ്റനായി വരുന്നു ഇക്കാര്യത്തിൽ എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ അഭിപ്രായം പറയുന്നത്. തൊട്ടിപ്പുറത്ത് വിജയരാഘവൻ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ വിജയരാഘവന്റെ കിഷ്കിന്ദ കാണ്ഡത്തിലെ അഭിനയം ഒരുപക്ഷെ മലയാളികൾ വല്ലാതെ ആവേശത്തോടെ, അതായത് സൂക്ഷ്മമായി സിനിമയെ നിരീക്ഷിക്കുന്നവർ വരെ ഒരേപോലെ കൈയടിച്ചതാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഈ സ്വതന്ത്ര സിനിമകളെ കുറിച്ച് പറയുമ്പോൾ പലരും എഴുതി കണ്ട വിക്ടോറിയ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. അതായത് സംസ്ഥാന സർക്കാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയാണ്, KSFDC പ്രൊഡ്യൂസ് ചെയ്ത സിനിമ എന്ന നിലയിൽ. അതായത് അതൊക്കെ പുറത്തു പോവുകയും ഒരുപാട് പ്രത്യേകിച്ച് മേളകളിലടക്കം നല്ല പ്രശംസ പിടിച്ചു പറ്റുകയൊക്കെ ചെയ്ത ഒരു സിനിമയാണ്. ആ സിനിമ ഫലത്തിൽ പരിഗണിക്കാതെ പോകുന്നു. നേരത്തെ GP രാമേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച കനി കുസൃതി ഉൾപ്പെടെയുള്ളവരുടെ സിനിമ, അല്ലെങ്കിൽ അത്തരം സിനിമകൾക്കൊക്കെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ എത്തുന്നത് എന്നുള്ളത് ഒരു ചോദ്യം. തൊട്ടിപ്പുറത്ത് നേരത്തെ ഭവ്യ ചൂണ്ടിക്കാണിച്ചതുപോലെ കേസുകളൊക്കെ ഇതിനൊക്കെ പരിഗണിക്കണമെങ്കിൽ അതിന് മുൻപുള്ള ഹോം പരിഗണിക്കാമായിരുന്നു എന്ന ഫലത്തിലുള്ള ചോദ്യം അവിടെ ഉയർന്നു വരികയാണ്. എന്തായാലും ഇത്തരത്തിൽ പ്രകാശ് രാജ് ഒരു രാഷ്ട്രീയം തുറന്നു പറയുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സിനിമയിലെ തെരഞ്ഞെടുപ്പുകൾ, ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഒരുപക്ഷെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ വലിയ തരംഗമായി, ഒരുപക്ഷെ മലയാളികളെക്കാട്ടിൽ വലിയ തരംഗമായി മാറിയ ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്, ഒരുപക്ഷെ തമിഴ്നാട്ടിൽ എന്ന് തന്നെ പറയേണ്ടി വരും. ആ നിലയിൽ അതൊരു ജനപ്രിയ ചിത്രം എന്ന നിലയിൽ പുരസ്കാരങ്ങൾ വാങ്ങാവുന്നതും, അല്ലെങ്കിൽ അതിന്റെ ആർട്ട് വർക്ക് ഒരുപക്ഷെ അതിൽ സംശയകരമായ ഒന്നുമില്ല. ഈ ഗുണാക്കേവ് പെരുമ്പാവൂരിൽ വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളതിലൊന്നും ആർക്ക് സംശയമില്ല. അതിൽ നേരെ പുരസ്കാരങ്ങളെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ചല്ല, പക്ഷെ ചില കാര്യങ്ങളിൽ അതിനുണ്ടാകുന്ന പരിമിതികളാണ് ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ സ്വതന്ത്ര സിനിമകൾ തീർച്ചയായും അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. MS ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഹരി, ഇതിൽ വിചിത്രമാകുന്നത്, അതായത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കട്ടെ, അതിൽ തന്നെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടാണ് ഉള്ളതാണ്. നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ നിരത്താൻ സാധിക്കും. ഈ സമീപകാലത്ത് പോലും ഇപ്പോൾ ആട്ടം എന്നൊരു സിനിമ, അത് കേരളത്തിൻ്റെ ചലച്ചിത്ര പുരസ്കാര വിതരണത്തിൽ എത്രത്തോളം ഇടം നേടി, അതേസമയം ദേശീയ തലത്തിൽ അത് പുരസ്കാര പ്രഖ്യാപനത്തിലേക്ക് വന്നപ്പോൾ എത്രത്തോളം പുരസ്കാരങ്ങൾ നേടി എന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2014 സുദേവ് എന്ന നടനെ സംസ്ഥാന പുരസ്കാരം നൽകി രംഗത്തേക്ക് വരുമ്പോൾ അതൊരു സാധാരണക്കാരായ ആളുകൾക്ക് അന്ന് അത്ര സുപരിചിതൻ അല്ല സുദേവ്. ഇതൊക്കെ വിട്ടേക്കൂ, ഇപ്പോൾ സുരഭി ലക്ഷ്മി എന്നൊരു നടിയുണ്ടല്ലോ, 2014 മികച്ച നടി എന്ന നിലയിലേക്ക് എത്തുമ്പോൾ സുരഭി ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്കൊരു ഹാസ്യവേഷങ്ങൾ ചെയ്യുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്ന നിലയിലായിരുന്നു. സുരഭി പോലും ദേശീയ പുരസ്കാരം വാങ്ങാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ പുറത്തു പറഞ്ഞിട്ടുണ്ട്. പലർക്കും തന്നെ ഐഡന്റിഫൈ